നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത് എങ്ങനെയാണ് പിരമിഡ്സ് ക്യൂബ് ശരിയാക്കുന്നതെന്നാണ്. നമുക്ക് ഈ ക്യൂബ് മറ്റേതിനേക്കാളും വ്യത്യസ്തമുള്ള ക്യൂബാണ്. ഇതെങ്ങനെ ശരിയാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് മറ്റേ ക്യൂബ് ചെയ്യുന്ന കണക്കാണ് ഇതും ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ എഡ്ജ് പീസസ്. ഇതിനകത്താണ് നമ്മൾ ക്രോസ് ഉണ്ടാക്കുന്നത്. ഈ ഭാഗം മൂവ് ചെയ്യും. ഈ ഭാഗം നമുക്ക് മൂവ് ആക്കാൻ പറ്റും. അതേപോലെ ഇതും മൂവ് ആക്കാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ എഡ്ജ് പീസ് ഒന്നും മൂവ് ആവത്തില്ല. ഇത് അതിൻ്റെ എഡ്ജ് പീസിൻ്റെ ഇടയ്ക്കുള്ളൊരു എഡ്ജ് പീസാണ് ഇത്. ഈ 3 എണ്ണം നമുക്ക് അങ്ങനെ ഈ വീഡിയോയിൽ പോവാം. അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് മിറർ ക്യൂബ് ശരിയാക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നമുക്ക് ഈ ക്യൂബിനെ പരിചയപ്പെട്ടല്ലോ നേരത്തെ. ഇനി നമുക്ക് ഇത് ഷഫിൾ ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ക്യൂബ് നന്നായിട്ട് നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ക്രോസ് ആക്കണം. ഇത് നമ്മൾ മറ്റേ ക്യൂബിൽ ചെയ്ത കണക്ക് ഇതും ക്രോസ് ആക്കണം. നമുക്ക് നോക്കാം ഇത് ഏതിൻ്റെ ഭാഗമാണോ. നീലയുണ്ട്. നമുക്കിത് നീലയുടെ ഭാഗമാണോ എന്ന് നോക്കാം. ഇതാ രണ്ടാമത്തെ നീല ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാൻ പോകണ്ട. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. നമുക്ക് അടുത്ത് നോക്കാം. ഇതാ ഇവിടെ ഒരു നീലയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നീലയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. എന്താ ഇവിടെ 3 ക്രോസ് കണക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് നീലയുടെ ആണെന്ന് നോക്കാം. ഇതും കറക്കി കൊടുക്കണം. നീലയുടെ അടുത്തായി. ഇതും കറക്കണം. നീല. നീല ഇപ്പോൾ ഇത്രയും ക്രോസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇവിടെ ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ഗ്രീനും ബ്ലൂ എവിടെ ഉണ്ടെന്ന് നോക്കാം. ഇതാ ഇവിടെ. ഇതൊരു പ്രാവശ്യം 6 ചെയ്തിട്ട് ഇത് ഒന്നാക്കി കൊടുക്കണം. എന്നിട്ട് തിരിച്ച് അത് തന്നെ ഇവിടെ വെക്കുക. ഇനി ഇത് ഇവിടെ ഫിക്സ് ആവാനുള്ളത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മേലോട്ടാക്കിയിട്ട് ഇത് ഇപ്പുറത്താണ് വരുന്നത്. ഞാൻ തെറ്റിപ്പോയി. ഇപ്പുറത്ത് ഇവിടുന്ന് അപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നേരെ താഴോട്ട് ഓക്കെ, ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഇതാണ്. ഇത് നമ്മൾ ചെയ്യാൻ ഇവിടെ വരുന്നത് ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. ബ്ലൂ യെല്ലോ എവിടെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഒരു ബ്ലൂ ഇല്ല. ഇത് ഇവിടെയാണ് ഫേസ് ചെയ്യാനുള്ളത്. ഇതിവിടെ ഫേസ് ചെയ്താലേ നമുക്ക് ഇവിടെ വരെ ഈ അടിയിൽ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഫേസ് ചെയ്യിപ്പിക്കാം. നമുക്ക് മേലോട്ട് ഒരു പ്രാവശ്യം 6 മൂവ് ചെയ്തണം. എന്നിട്ട് തിരിച്ച് കറക്കി കൊടുക്കുക. നേരെ താഴോട്ടാകും. അതവിടെ ഫിക്സായി. നമ്മുടെ ഫസ്റ്റ് ലെയർ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇനി അടുത്ത ഇവിടുത്തെ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനുള്ളത് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടല്ലേ ഫേസ് ചെയ്യുന്ന. അപ്പോഴത്തേക്ക് നമുക്കിത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവച്ചിട്ട് ഇവിടെ ഒരു പ്രാവശ്യം പ്രൈം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചതിനെ നോക്കുമ്പോൾ ഫസ്റ്റ് ലെയർ എല്ലാം സോൾവ് ആയി. നമുക്ക് ഈ ഭാഗമല്ലേ അത് ക്രോസ് ആവണ്ടേ. ഇവിടെ ഇങ്ങനെ ക്രോസ് ആവണ്ടേ. അപ്പോൾ നമുക്കിത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ല, ഇപ്പോൾ ഇവിടെ ക്രോസ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സോൾവ് അല്ലെങ്കിൽ ഞാൻ ഒരു ഇക്വേഷൻ പറയാം. ആദ്യം നമ്മൾ 6 ചെയ്യുക. 1 2 3 4 ഇങ്ങനെ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ചിലവരൊക്കെ ഇങ്ങനെ കിട്ടും, ഇവിടെ ഒന്നും സോൾവ് ആവാതെ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഇക്വേഷൻ തന്നെ ചെയ്യുമ്പോൾ ശരിയാവും. ഒരെണ്ണം ശരിയായി കിട്ടും. ഒരു ഭാഗം ശരിയായിട്ടില്ല. അത് വീണ്ടും ഒന്ന് ശരിയാകും. ആ ഇക്വേഷൻ വീണ്ടും ചെയ്താൽ മതി. ഇപ്പോഴും ശരിയായിട്ടില്ല. നമുക്കൊന്നും കൂടെ അത് ചെയ്തു നോക്കാം. ഇതിങ്ങനെ ഇപ്പോൾ ശരിയായിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ അത് ശരിയായി. നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു ഭാഗം ശരിയായി. ഇനി നമുക്ക് ഇത്
മൊത്തത്തിൽ സോൾവ് ചെയ്യാനുള്ള ഈ ഒരു ഇക്വേഷനും കൂടെ ചെയ്താൽ ക്യൂബ് മൊത്തത്തിൽ സോൾവ് ആവും. ആദ്യം നമുക്കൊരു ആർപ്രോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, തിരിച്ചും അത് കണക്ക് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ശരിയായിട്ടില്ല, നമുക്ക് ഒന്നും കൂടെ ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവും, അല്ലെങ്കിൽ അത് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഗൈസ്, ഈ ക്യൂബ് ഇപ്പോൾ സോൾവ് ആയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇത് ശരിയാക്കാൻ. ഇത് പെട്ടെന്ന് ശരിയാവും. അടുത്ത വീഡിയോയിൽ ഞാൻ മിറർ ക്യൂബ് ശരിയാക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണം. അടുത്തതിൽ ഞാൻ മിറർ ക്യൂബ് ശരിയാക്കുന്ന ഇടാം.